മനസ്സിലായാ? മനസ്സിലായേ. എന്താടാ പൊട്ടി ഇരുന്ന് വിളിക്കുന്നത്? തിന്നിട്ട് എന്റെ പോടാ. ആ ജാനെടുത്തേക്ക് എന്താ വേണ്ടേ? നീ ഒരു ചായ ഇങ്ങടുതാ. ജാനു ഒരു കടിയും കൂടി ആയിക്കോട്ടെ. അത് നിന്റെ പെമ്പ്രനോത്തിക്ക് കൊണ്ടുകൊടു. ഈ വിറ്റങ്ങളെയൊക്കെ ഒന്ന് പറഞ്ഞു വിടണ്ട ശിവരാമ. ഓ ഒരു ശീലാവതി. എന്താ ജാനുടുത്തി, ഇന്നലെ രാത്രി മെമ്പറുമായി എന്തിനെ പറ്റിയോ ചർച്ചയുണ്ടായെന്ന് കേട്ടു. ഒരു പൊതുപ്രവർത്തിക്കാവുമ്പോ അവരുമായിക്കെ ബന്ധം നിലനിർത്തണ്ടേ? വേണം വേണം വേണം. ജാനു ഏത് പാർട്ടിയാ? ഞാൻ സ്വതന്ത്രയാ. വീട്ടിൽ വന്ന് വോട്ട് ചെയ്യാം. ഓ വീട്ടിലെ. അല്ല പിന്നെ ബാക്കിയുള്ളവർ എങ്ങനെയെങ്കിലും 10 കാശ് ഉണ്ടാക്കുമ്പോ കണ്ണുകടിയാ. ആ ചേച്ചി ചേച്ചി ചായ കുടി, ഞാൻ കഴിയെടുത്തിട്ട് വരാം. കൊണ്ടുവാ. ആരാ? എന്തു വേണം? മോനെ ഞാൻ ആരെ കാണാൻ ഇങ്ങോട്ട് കുറ്റം പറിച്ചു വന്നിരിക്കുന്നത്? ഞാൻ വിചാരിച്ചു എവിടെയെങ്കിലും കിടന്ന് കാറ്റ് പോയി കാണുമെന്ന്. എനിക്ക് ആരും കാണണ്ട. പൊയ്ക്കോ. പോകാം. ഇങ്ങോട്ട് വരരുതെന്ന് വിചാരിച്ചതാ, പക്ഷെ മനസ്സ് സമ്മതിക്കുന്നില്ല. എനിക്കൊന്നും കേൾക്കണ്ട. ഒരു കുടുംബം നശിപ്പിച്ച ദ്രോഹി എന്റെ കൺമുമ്പിൽ വെച്ച് എന്റെ അമ്മയെ. പൊയ്ക്കോണം. എങ്ങനെയാ പ്രതികരിക്കാന്ന് എനിക്ക് തന്നെ അറിഞ്ഞൂടാ. ശരിയാണ്, നീ പറഞ്ഞതെല്ലാം ശരിയാണ്. ജന്മം നൽകിയതുകൊണ്ട് ആരും പിതാവാകില്ല. പോറ്റാനുള്ള ത്രാണി കൂടി ഉണ്ടാവണം. അച്ഛനതിന് കഴിഞ്ഞില്ല മോനെ. നിന്നെ ഒന്ന് കാണാൻ കഴിഞ്ഞല്ലോ, സന്തോഷായി. ഒരമ്മയുടെ സ്നേഹം തന്ന് മോനെ വളർത്തി വലുതാക്കിയ ആ സ്ത്രീയെ ഒന്ന് കാണണമെന്നുണ്ടായിരുന്നു. ഇനി ഞാൻ വരില്ല. ഏതെങ്കിലും കടത്തിണ്ണയിൽ കിടന്ന് ചെയ്തു പോയ പാപങ്ങളെ ഓർത്ത് നീറി നീറി ഒടുങ്ങാനായിരിക്കും ഈ അച്ഛൻ്റെ വിധി. ഒന്നിറങ്ങി പോടോ. ആഴത്തിൽ മനസ്സിൽ കിടക്കുന്ന മുറിവുകൾ പിന്നെയും പിന്നെയും ഓർമ്മിപ്പിക്കാൻ കേറി വന്നേക്കുന്നു. ഇനി എന്റെ കൺപെട്ടക്കാൻ കണ്ട നിങ്ങളുടെ അവസാനം എന്റെ ഈ കൈ കൊണ്ടായിരിക്കും. നന്ദിയുണ്ട്, ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട്. കടന്നു പോകാനല്ലേ പറഞ്ഞു? നിർത്ത്. എത്രയായാലും നിനക്ക് ജന്മം തന്ന മനുഷ്യനായി നിൽക്കുന്നേ. സാരമില്ല, കുഞ്ഞുനാള് തൊട്ടേ അവൻ മനസ്സിൽ കൊണ്ടുകിടക്കുന്ന വിഷമങ്ങളാ. പെട്ടെന്ന് കയറിയിരിക്കും, ഞാൻ ചായ എടുക്കാം. വേണ്ട. ജന്മം നൽകിയതിന് പ്രതിഫലം വാങ്ങാനാണെങ്കിൽ വരേണ്ടത് ഇവിടേക്കല്ല, എന്റെ അമ്മയുടെ കുഴിമാടത്തിലേക്കാ. പോകാം മോനെ, ഒന്നും വേണ്ട, ഞാൻ പോവാം. ഇവൻ പറഞ്ഞതാ ശരി. പൊറുക്കാനാവാത്ത തെറ്റാ ഞാൻ ഇവനോട് ചെയ്തത്. എവിടെയാടാ നിന്റെ അമ്മ? ഇവിടെ ഉണ്ടായിരുന്ന പുണ്യാളത്തി. നിന്റെ വയറ്റ് വളർന്ന വിത്ത് ഏതാ താടി പറ. ഞാനില്ലാത്ത പാരാട്ടി ഇവിടെ കയറി നടങ്ങുന്നേ.
കണ്ടവന്റെ വിഴുപ്പ് ചുമക്കാൻ എന്നെ കിട്ടില്ലടി. ദൈവത്തിന് നിനക്കത് പറയല്ലേ കൃഷ്ണേട്ടാ. ഇവനെന്താ ഇങ്ങനെ? എന്താ ഇത്? ആരാ വീട്ടിൽ വന്ന്? ലക്ഷ്മി അമ്മ നിന്നെ കാണാൻ വിഷമിച്ചിരിക്കുക. സഹിക്കാനും പൊറുക്കാനും കഴിഞ്ഞില്ലെങ്കിൽ നമ്മൾ എന്ത് മനുഷ്യരാടാ. നീ വാ. ആ എവിടുന്ന രാഘവേട്ടാ? ചുമ്മാ 2 ചായ എടുക്കും. ആ ഞാനങ്ങോട്ട് വരാതിരിക്കായിരുന്നു. ഈ ഞായറാഴ്ച ഷാരൂഖ് ഖാൻ ഒരു കൂട്ടർ വരും. ചെക്കൻ കുവൈറ്റിൽ വെൽഡറാ. ഞാൻ അമ്മയോട് പറഞ്ഞിരുന്നു. അവര് വരട്ടെ. 2 കൂട്ടർക്കും താല്പര്യം ഉണ്ടെങ്കിൽ ആ നടത്താം. അത് മതി. അപ്പൊ ശരി, ഞായറാഴ്ച കാണാം. പൈസ ചന്ദ്ര തരും. സാരമില്ല, നീ വിഷമിക്കണ്ട. കല്യാണമൊക്കെ ഒരു ഭാഗ്യ. അത് നടക്കേണ്ട സമയത്ത് നടക്കും. അതല്ല രാഘവേട്ട, കടം, അതിന് മുകളിൽ കുടിലേറ്റിയ താമസം. കല്യാണം എന്ന് പറയുമ്പോൾ പണം വേണം. അതിന് നേർവഴി നടക്കില്ല. നോക്കട്ടെ, കാണിക്കേ. കൊള്ളാലോ ഇത്. എടുക്ക്. പുതുതായി വന്ന സ്വീകരിക്കാൻ ആള് പെശകാട്ടാ. ഇപ്പോ പോലീസ് ജീപ്പിലല്ല, പല പല വണ്ടിയിലാണ് ആളുടെ പടയൊരുക്കം. നീ പേടിക്കണ്ട. സ്കൂൾ പരിസരത്ത് കഞ്ചാവ് വിൽക്കാനേ കുറെ ചീള് പിള്ളേരെ ഇറക്കിയിട്ടുണ്ട്. ജോയി ഏട്ടന്റെ ഗാങ്ങിൽ ചേർക്കാന്ന് പറഞ്ഞ അവര് ത്രില്ലടിച്ചിരിക്കാണ്, അറിയോ? പോലീസ് ഓടാ.